സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് പ്ലക്കർ ഉണ്ടാക്കിയല്ലോ. പ്ലക്കർ നമുക്ക് സ്റ്റീലിൻ്റേത് വാങ്ങാനൊക്കെ കിട്ടും. സോ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കാം. സോ നമുക്ക് കാണാം. സോ ഗൈസ്, നമുക്ക് അതിനായിട്ട് മെയിനായിട്ട് ഐസ്ക്രീം സ്റ്റിക്ക് വേണം, ആൻഡ് റബ്ബർ ബാൻഡ്, പിന്നെ നമ്മുടെ സിസർ. ഇത് നമുക്ക് എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ 2 ഉള്ളൂ, 3 ഇല്ല. സോ 3 ഇങ്ങനത്തേതായാലും മതി. ഇത് നമുക്ക് ചെറിയ പീസാക്കി വെച്ച് കൊടുക്കാൻ മാത്രമാണ്. സോ എങ്ങനത്തെ ആയാലും കുഴപ്പമില്ല. സോ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. സോ ഗൈസ്, ആദ്യം നമുക്ക് ഇങ്ങനത്തെ 2 ഈ മുകളിലത്തെ പോർഷൻ ഉണ്ടല്ലോ, ചെയ്തെടുക്കാം. മുകളിലത്തെ പോർഷൻ ഒന്ന് ഷാർപ്പാക്കാം. ഇതേമാതിരി ഒന്ന് ഷാർപ്പാക്കി വെട്ടിക്കൊടുക്കാം. അപ്പോൾ നമുക്ക് വെട്ടാം. സോ ഗൈസ്, ഞാൻ വെട്ടിയിട്ട് വരാം കേട്ടോ. സോ ഗൈസ്, അപ്പോൾ അത് രണ്ടും ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം അളവ് നോക്കി കട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇത് 2 വേറെ വേറെ ആണ്. ഇത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ഐസ് വെക്കാൻ വരുന്ന അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയതിൻ്റെ ഐസ്ക്രീം സ്റ്റിക്കാണിത്. സോ ഇത് ഞാൻ മറ്റേ മാംഗോ ബാർ, ചോക്കോ ബാർ എന്തൊക്കെയുണ്ട് മറന്നു കഴിഞ്ഞിട്ടാണ്. സോ അതിനാണിത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല കട്ടിയുണ്ടായിരുന്നു. മുറിച്ചിട്ട് കൈൻ്റെ ഇവിടെ വേദന എടുക്കുക ഗൈസ്. സോ നമുക്ക് ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇത് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. സോ ഞാൻ കവർ ചെയ്യുന്നത് നമ്മുടെ വാഷിംഗ് ടേപ്പിനെ കൊണ്ടാണ്. സോ നിങ്ങൾക്ക് ഏതിനെ കൊണ്ടായാലും, കളർ പേപ്പർ ആയാലും ഏതിനെ കൊണ്ടായാലും കവർ ചെയ്യാം. സോ ഞാനിതിലേതാ ഇതെടുക്കാം ഗൈസ്. അപ്പം ഞാൻ ഇത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കവർ ചെയ്തിട്ട് വരാം ഗൈസ്. അപ്പം ഞാനൊന്ന് മാറ്റി ഇതാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതെനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായി. അപ്പോൾ നമുക്കിത് ഇതിൽ ഒട്ടിച്ചിട്ട് വരാം. സോ ഗൈസ്, ഇനി ഇത് നമ്മൾ രണ്ടും ഒരേ മാതിരി വെച്ചിട്ട് റബ്ബർ ബാൻഡ് ചുറ്റി കൊടുക്കണം. ഞാൻ ചുറ്റിയിട്ട് വരാം. സോ ഗൈസ്, ഇതേമാതിരി ഇത് എൻ്റെ കയ്യിൽ കുറച്ച് വലിയ റബ്ബർ ബാൻഡായിട്ട് കിട്ടിയത്. സോ നിങ്ങൾക്ക് ചെറിയ റബ്ബർ ബാൻഡ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ല. ഇനി നമുക്ക് ഈ ഐസ്ക്രീം സ്റ്റിക്ക് 2 ചെറിയ ക്യൂബ് പീസാക്കി എടുത്തിട്ട് വരാം. സോ ഗൈസ്, അപ്പോൾ ഞാൻ 2 ക്യൂബ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ക്യൂബ് ഞാൻ വെച്ചു. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ഈ ഒരു ക്യൂബും കൂടി വെച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ അതിനെ കൂടി നമ്മൾ വാഷിംഗ് ടാപ്പ് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഏതായാലും കട്ട് ചെയ്ത കുറച്ച് ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ടല്ലേ, നമുക്കിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ നിർത്താം. ഞാൻ ഇവിടെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഇവിടെ ഒട്ടിക്കുന്നുണ്ട്, കാണിച്ചാൽ. സോ ഗൈസ്, ഞാൻ അവിടെ ഒരു കുഞ്ഞ് ബോൾ കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ബൈ.